പ്രിയപ്പെട്ടവരെ, ലോക സമസ്ത സുഖിനോ ഭവന്തു. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. കാരണം ലോകത്ത് വലിയ വലിയ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് നമ്മൾ ഈ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, 2026 പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അതുപോലെ തന്നെ ഈ വർഷത്തെ സമ്പൂർണ്ണ ഫലവുമാണ്. ആത്മീയതയും കരുണയും സേവന മനോഭാവവും നിറഞ്ഞൊരു പ്രത്യേകതയാണ് ഈ നക്ഷത്രത്തിനുള്ളത്. ജീവിതത്തിൽ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നവരും മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കാണുന്നവരുമാണ്. അതുപോലെ തന്നെ ശബ്ദമില്ലാതെ സഹായം ചെയ്യുന്നവരാണ്. ആരുമറിയാതെ സഹായം ചെയ്യും എന്നർത്ഥം. അത്തരത്തിലുള്ളൊരു നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. 2026 പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ, ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, വിവാഹിതരല്ലാത്തവർക്ക് അവരുടെ വിവാഹ കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ കുടുംബമായി താമസിക്കുന്നവരുടെ കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച്, പൊതുവായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച്, ആത്മീയ മേഖലകളിലുള്ള പ്രത്യേകതയെക്കുറിച്ച്, ഇവയൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ക്രമമായി വ്യക്തമായി തന്നെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ, 2026 പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രിയപ്പെട്ടവർ, ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്താൽ നിത്യപ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തി പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുന്നതാണെന്നുള്ള വിവരവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചാനൽ കണ്ടതിന് ശേഷം നിരവധി പേർ വിളിക്കാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. പലരും സാധാരണക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ വിദൂര ദേശങ്ങളിൽ നിന്നും വിളിക്കാറുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളല്ല, അതായത് ജ്യോത്സ്യം നോക്കുന്നതിന് പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളൊന്നും തന്നെയല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പലതും മറച്ചു വയ്ക്കാറുമുണ്ട്. ചിലതൊന്നും തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ പ്രശ്നചിന്തയിൽ കാണാറുണ്ട്. എങ്കിലും പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ചോദിച്ചയാളുടെ മാനസിക നിലവാരം വളർത്തിയെടുക്കുക, ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കാം, അതുപോലെ തന്നെ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആത്മപ്രാപ്തി അവർക്ക് കൈവരിക്കാൻ കഴിയും എന്നതിനെ മുഖ്യമായി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. എല്ലാവർക്കും നല്ലത് വരണമെന്നുള്ള ചിന്ത മാത്രമാണ് നമുക്കുള്ളത്. പക്ഷേ സാമ്പത്തികം പോലുള്ള പ്രധാന പ്രശ്നങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് മാർഗം ഒന്നും തന്നെയില്ല. അതൊക്കെ സ്വയം പരിഹരിക്കേണ്ടതും സാമ്പത്തികമായ ക്രമീകരണങ്ങൾ വരുത്തി ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പുഷ്ടിപ്പെടുത്തൽ നടത്തി കുടുംബത്തെ എല്ലാവരും നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത കുംഭൻ രാശി നക്ഷത്രമാണ്. അതുപോലെ തന്നെ മീനൻ രാശിയിലേക്കും എത്തിച്ചേരുന്ന നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. മനുഷ്യഗണമാണ്. ആഴമുള്ള ചിന്ത, ആത്മീയത, കരുണ ഇവയൊക്കെ തന്നെ ഈ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ്. വാൾ, ഇരുമുഖങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ചിഹ്നമായി പറയാവുന്നത്. ആഴത്തിൽ ചിന്തിച്ച് നിശബ്ദമായി പ്രവർത്തിച്ച് മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. ഇത് തന്നെയാണ് ഈ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഉള്ളിൽ വലിയ ആഴമുള്ള ചിന്തകളായിരിക്കും, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നവരായിരിക്കും, സഹായ മനോഭാവം ശക്തമായി തന്നെ ഉള്ളവരായിരിക്കും. ആത്മീയ ചിന്തകൾ സ്വാഭാവികമായി ഇവർക്കുണ്ടാകും. ഒറ്റയ്ക്കിരിക്കാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ അധികം ചിന്തിച്ച് വിഷമിക്കുന്നൊരു സ്വഭാവവും ഇവർക്കുണ്ട്. സ്വന്തം പ്രശ്നങ്ങൾ ആരോടും പറയാറില്ല. എനിക്ക് ആരും വേണ്ട എന്ന തോന്നലാണ് പൊതുവെ ഇവർക്കുള്ളത്. ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടും. ഉള്ളിൽ തീപ്പൊരി, പുറത്ത് ശാന്തത. ഇതാണ് ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പ്രധാന സ്വഭാവം. സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പണം ലക്ഷ്യമാക്കി ഓടുന്നവരല്ല ഇവർ. എന്നാൽ പണം ആവശ്യമുള്ള സമയത്ത് ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ദൈവാനുഗ്രഹം പോലെ എല്ലാം അപ്രതീക്ഷിത സഹായങ്ങളായിട്ടായിരിക്കും ലഭിക്കുക. 2026 സ്ഥിരമായ വരുമാനമുണ്ടാകും. അത് മെച്ചപ്പെടുകയും ചെയ്യും. പഴയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കുറഞ്ഞു പോകും. കടബാധ്യതകൾ തീർക്കാൻ അവസരം വന്നു ചേരും. ദാനം, സേവനം ഇവ ചെയ്യുന്നവർക്ക് സമ്പത്ത് തിരികെ പല മടങ്ങായി വർദ്ധിച്ചു വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. സമ്പത്ത്, അധികം പുണ്യമെന്ന് പറഞ്ഞാൽ ഇതൊരുമിച്ച് വളരുന്ന നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം.
പോരുരുട്ട നക്ഷത്രക്കാരുടെ കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും ശാന്തമായ ഒരു ശക്തിയായി ഇവർക്ക് നിൽക്കാൻ കഴിയും. തർക്കങ്ങളൊക്കെ തന്നെ ഒഴിവാക്കി ജീവിക്കാനായിരിക്കും ഇവർ പരിശ്രമിക്കുക. എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട്. പക്ഷേ സ്വന്തം അഭിപ്രായങ്ങൾ മറച്ചു വെക്കും. ഉള്ളിലെ വിഷമം പറയാതെ സ്വയം സഹിച്ച് മുന്നോട്ട് പോകുന്ന രീതിയും കാണുന്നുണ്ട്. 2026 കുടുംബത്ത് വലിയ സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പഴയ തെറ്റിദ്ധാരണകളൊക്കെ മാറി ഐക്യത്തോടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് എടുത്തു പറയാവുന്നൊരു കാര്യം. അതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോരുട്ട നക്ഷത്രക്കാർക്കും ദാമ്പത്യ ജീവിതം നയിക്കുന്നവരെക്കുറിച്ചൊക്കെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതാണ് കാണുന്നത്. വിവാഹം അല്പം വൈകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ജീവിതമായിരിക്കും ഉണ്ടാകുക. നിങ്ങളെ മനസ്സിലാക്കുന്ന നല്ലൊരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും. ആത്മീയ ചിന്തയുള്ള ബന്ധം, അതാണ് വിവാഹ ജീവിതത്തിൽ ഇവർക്ക് സിദ്ധിക്കാൻ പോകുന്നത്. ദാമ്പത്യത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ സ്നേഹം ഇവർക്ക് എപ്പോഴും ആഴത്തിൽ തന്നെ ഉള്ളതാണ്. വാക്കുകളിലൊക്കെ കുറവുണ്ടാകും. പ്രവൃത്തിയിലായിരിക്കും ഇവർ കൂടുതലായ രീതി കൊണ്ടുവരുന്നത്. പക്ഷേ ഈ കുറവ് അല്ലെങ്കിൽ ഈ സംസാരത്തിലെ കുറവ് പരസ്പരമുള്ള അകലം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. 2026 ദാമ്പത്യ ബന്ധം കൂടുതൽ പക്വമായി മുന്നോട്ട് പോകും. പരസ്പരം സംസാരിച്ച് സമ്പാദിച്ചാൽ ഇവരുടെ ബന്ധം സജീവമായിരിക്കും, ഊർജ്ജസ്വലമായിരിക്കും, അതീവ ശക്തവുമായിരിക്കും. കുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളോട് ഇവർക്ക് എപ്പോഴും അത്യധികമായ കരുണയുണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ പിന്തുണ കൊടുക്കും. അവരുടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളായിരിക്കും നിങ്ങൾ. അതുപോലെ തന്നെ 2026 കുട്ടികളുടെ പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. പൂരുരുട്ട നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ സാധാരണ പഠനത്തിൽ താല്പര്യം കുറവാകാം. എന്നാൽ വിഷയം അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആഴത്തിൽ പഠിക്കുന്നൊരു സ്വഭാവമുണ്ട്. അനുയോജ്യമായ മേഖലകൾ ഇവർക്ക് സൈക്കോളജി, സോഷ്യൽ വർക്ക്, മെഡിക്കൽ രംഗം, ആത്മീയ പഠനങ്ങൾ, ഗവേഷണം, ഇവയൊക്കെ തന്നെയാണ് പ്രത്യേകത. അറിയാൻ വേണ്ടിയുള്ള പഠനമാണ് ഇവരുടെ ഒരു പ്രത്യേകത. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജോലി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് പൂരുരുട്ട നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജോലി എന്ന് പറയുന്നത് അധ്യാപനം, കൗൺസിലിംഗ്, മെഡിക്കൽ മേഖല, സാമൂഹ്യ സേവനം, ആത്മീയ സംഘടനകളിലെ പ്രവർത്തനങ്ങൾ, ഗവേഷണ മേഖല, ഇവയൊക്കെ തന്നെയാണ്. 2026 ജോലിയിൽ സ്ഥിരതയുണ്ടാകും. മാനസികമായ സംതൃപ്തി ജോലിയുടെ കാര്യത്തിലുണ്ടാകും. എനിക്ക് അനുയോജ്യമായ ജോലി അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഉണ്ടാകും. അതാണ് പൂരുരുട്ട നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത. ഭൂമിയെക്കുറിച്ചും വീടിനെക്കുറിച്ചും പറയുകയാണെങ്കിൽ ആഡംബരമായ വീടിനേക്കാൾ എപ്പോഴും ഇവർക്കിഷ്ടം ശാന്തമായ ചെറിയ വീടുകളാണ്. ജീവിതത്തിൽ സ്വന്തമായ വീടിൻ്റെ ഒരു യോഗം ഇവർക്ക് കൃത്യമായുണ്ട്. 2026 ഭൂമി, വീട് ഇവയെ സംബന്ധിച്ചുള്ള വലിയ തീരുമാനങ്ങളുണ്ടാകും. രേഖകളൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരും. തീർച്ചയായും സർക്കാർ സഹായം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വീട് വയ്ക്കാനോ പുതിയതായി വാങ്ങാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയാണ് 2026 പൂരുരുട്ട നക്ഷത്രക്കാർക്ക് ഉള്ളത്. നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന വീടുകളാണെങ്കിൽ ഒരുപക്ഷെ അത് പണി തീർത്ത് ഗൃഹപ്രവേശനം നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിവാഹിതരാകാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന പൂരുരുട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചാണെങ്കിൽ യോജിക്കുന്ന സ്ത്രീകളുടെ നക്ഷത്രങ്ങൾ താഴെ പറയാം. രേവതി, ഉത്രട്ടാതി, തിരുവോണം, അനിഴം, പൂരാടം എന്നിവയും. ഒരിക്കലും യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകം, ആയില്യം, ചിത്തിര, ഭരണി എന്നിവയുമാണ്. അതുപോലെ തന്നെ പൂരുരുട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് യോജിക്കുന്ന പുരുഷ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രട്ടാതി, രേവതി, തിരുവോണം, പൂയം എന്നിവയും. ഒരിക്കലും യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, കാർത്തിക, മകം, ചോതി എന്നിവയുമാണ്. നക്ഷത്രം മാത്രം നോക്കി ഒരു തീരുമാനമെടുക്കരുത്. നിങ്ങളുടെ ജാതകം പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം മാത്രം ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. 2026 പൂരുരുട്ട നക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആന്തരികമായ ശുദ്ധീകരണത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും വർഷമാണ്. പഴയ വേദനകൾ മാറിവരും. മനസ്സിന് സമാധാനമുണ്ടാകും. ശരിയായ വഴിയിലെത്തുന്നവർക്ക് നല്ല അനുഭവങ്ങളുണ്ടാകും. ദൈവവിശ്വാസം ശക്തമാവും. ഇതാണ് 2026 പൊതുഫലം. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യക്തമായ മാനസിക ഉയർച്ച പൂരുരുട്ട നക്ഷത്രക്കാർക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പൂരുരുട്ട നക്ഷത്രക്കാർക്ക് 2026 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഒരു പൊതുഫലം പറയുകയാണെങ്കിൽ
ആന്തരികമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആത്മപരിശോധന വേണ്ട സമയമാണ്. തീരുമാനങ്ങളൊക്കെ വൈകിപ്പോകുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കുകയാണെങ്കിൽ ജോലിയിൽ സ്ഥിരതയുണ്ടാകും, ആത്മവിശ്വാസം വർദ്ധിക്കും, സഹായം ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്കടുത്തേക്ക് വരികയും സഹായം ചെയ്യുകയും ചെയ്യുന്ന രീതി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ സാമ്പത്തികമായി മെച്ചമാണ്, കുടുംബത്തിൽ സമാധാനമുണ്ടാകും, ആത്മീയ രംഗത്ത് കാഴ്ചപ്പാടിലൊക്കെ വലിയ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിന് സമാധാനം, ദീർഘകാല തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ജീവിതത്തിൽ ലക്ഷ്യം വ്യക്തമാകുന്നൊരു സമയമാണിത്. അവസാനമായി പറയാൻ, പൂരുരുട്ടാതി നക്ഷത്രം എന്നത് കരുണയുടെ നക്ഷത്രമാണ്, ആത്മീയ ശക്തിയുടെ നക്ഷത്രമാണ്, മറ്റുള്ളവരെ ഉയർത്തുന്ന നക്ഷത്രമാണ്. ജീവിതം നിങ്ങളെ വേദനിപ്പിച്ചേക്കാം, പക്ഷേ നിങ്ങളെ ശുദ്ധമാക്കാനാണ് ഈ കാലയളവ് പ്രകൃതി വിനിയോഗിക്കുക. പൊതുവായി പറയുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങളൊരിക്കലും ഒറ്റപ്പെട്ടു പോകരുത്, വികാരങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കരുത്, സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക, വ്യാഴാഴ്ച കഴിയുമെങ്കിൽ എന്തെങ്കിലും ദാനം ചെയ്യുക, ആത്മീയ പ്രവർത്തനങ്ങൾക്കുള്ള സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നന്ദി, നമസ്കാരം.